പ്രൈസ് ദി ലോർഡ്. കാലത്തിലെ അമ്മയുടെ കൈവിരൽ സ്പർശം, അതോടുകൂടിയാണ് നമ്മൾ അവകാശം പ്രാപിക്കുന്നത്. ഇപ്പം 1 പത്രോസ് 3:9 എന്താ പറയണത്? അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹം എങ്ങനെയാണ് അവകാശമാക്കുന്നത്? നമ്മുടെ അനുഗ്രഹത്തിൻ്റെ നമ്മുടെ കാലത്തിൽ ദൈവം ഇടപെടണം. അപ്പോൾ ചില സമയത്ത് കാലത്തിൽ ഇടപെടാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഈശോ പറയണത്. എന്താണ്? എൻ്റെ സമയം ഇനി, നിന്നെ അനുഗ്രഹിക്കാനുള്ള എൻ്റെ സമയം ഇനിയും. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? ഇവരുടെ അനുഗ്രഹത്തിൻ്റെ കാലം ഇനിയും ആയിട്ടില്ല എന്ന് പറയും. അതാ 2:4 യോഹന്നാൻ്റെ സുവിശേഷം. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ് നമ്മൾ, വിളിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിലും ചില സമയത്ത് അതിൻ്റെ കാലമാകത്തില്ല. ഈ കാലമാകാതെ വരുമ്പോൾ ദൈവം അതിനു വേണ്ടി ഒരാളെ ഉയർത്തുകയാണ് പുതിയ നിയമത്തിലെ. എന്തിനാണ്? മനുഷ്യൻ്റെ അനുഗ്രഹകാലങ്ങളെ അവരുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കണം. മനുഷ്യൻ്റെ അനുഗ്രഹകാലങ്ങളെ അതിനാണ് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, ഈ അനുഗ്രഹകാലങ്ങളെ നമ്മുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കാൻ പറ്റും. എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും? നമ്മൾ ദൈവാനുഗ്രഹത്തിന് സ്വയം പ്രതിഷ്ഠിക്കുന്നവരാകണം. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് സ്വയം പ്രതിഷ്ഠിക്കുന്നത്? ദൈവ വചനമനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കണം. ചുരുക്കി പറഞ്ഞാൽ അവൻ പറയണത് പോലെ ചെയ്യണം. ഉടമ്പടി അതാണ് അതിൻ്റെ അനുഗ്രഹ മർമ്മം. അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. അവൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നമ്മുടെ അനുഗ്രഹകാലത്തെ ദൈവം നമ്മുടെ അടിയന്തര കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. ഇത് യഥാകാലം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാലത്തിൽ ഇടപെടുമ്പോഴാണ് യഥാകാലമാകണത്. അല്ല സർക്കാർ കാലം വഴി പോലെ എന്നല്ല എൻ്റെ അർത്ഥം. ഓരോന്നും നടക്കേണ്ട കാലത്ത് നടന്നോളൂ എന്ന് പറയണില്ലേ? സർക്കാർ കാര്യം വഴി പോലെ, അങ്ങനെയല്ല. ബൈബിൾ ഇതിന് യഥാകാലം എന്നാണ് പറയണത്. യഥാകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ അനുഗ്രഹ കാലത്തിൽ ദൈവം ഇടപെടുന്ന കാലം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഭാഷകൻ 39-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഒന്ന് മറ്റൊന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. പ്രഭാഷകൻ 39:34 ഒന്ന് ഏറ്റു പറഞ്ഞ് ഒന്ന് മറ്റൊന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതാതിൻ്റെ കാലത്ത് നന്മയായി തെളിയുമെന്നാണ്. പക്ഷേ ഈ യഥാകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ നിശ്ചയിക്കണ കാലമാണ്. അല്ലാതെ സർക്കാർ കാര്യം വഴി പോലെ എന്നല്ല. നിൻ്റെ കാലത്തെ ഇപ്പോൾ ഒരു സാക്ഷി, ദിവസങ്ങളുടെ സാക്ഷ്യം എന്ന് പറയണത് ഇതാണ്. അവർക്ക് 67 ലക്ഷം കടം. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ സാക്ഷ്യമാണ്. 67 ലക്ഷം രൂപ കടം. അപ്പോൾ അവർ വന്ന ഉടനെ വേറെ മാർഗമൊന്നുമില്ല, അവരൊന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് നൽകിയ നോട്ടെന്ന് പറയണത് ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരം എന്നാണ്. അപ്പോൾ ചിലർ പറഞ്ഞത് നിങ്ങൾ ആൾക്കാർ റീച്ച് ചെയ്യിക്കാൻ വേണ്ടി കാണിക്കുന്ന തരികിട പരിപാടിയാണ്. അതല്ല സംഭവം. ഉടമ്പടി പ്രാർത്ഥന തന്ന ആ ആഴ്ച തന്നെ പരിശുദ്ധാത്മാവ് നൽകിയ സൂചനയാണ്, സമയത്തിലാണ് ഈ വിഷയം വർക്കൗട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നീട് ഞാൻ ചില ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഏതെങ്കിലും ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട ആ ഹെഡിങ് മാറ്റിയായിരുന്നു. പക്ഷേ ഹെഡിങ് മാറ്റിയുടെ കാര്യമില്ല. അമ്മ ഇപ്പോഴും ആ വിഷയം അതുപോലെ തുടരുകയാണ്. ഇവർ കൊണ്ടുവന്ന് 67 ലക്ഷത്തിൻ്റെ അവരവിടെ വീട് വിറ്റ് പോയാലും, വീട് വിറ്റാൽ പോലും അതിന് പരിഹാരമില്ല. വീട് വിറ്റാലും ആ 67 ലക്ഷം കിട്ടത്തില്ല. ഇനി 67 ലക്ഷം കൊടുത്തിട്ട് പിന്നെ വീടും വിറ്റ് തെണ്ടിത്തിരിഞ്ഞ്
വീടില്ലാതെ നടക്കണം. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. പക്ഷേ എന്താ സംഭവിച്ചത് വെച്ചാൽ ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഈ ബാങ്ക് മാനേജറിന് ഇവരെ വിളിക്കും. വിളിച്ചിട്ട് പറയും, ഇത് നമുക്ക് 1 ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറയും. ഒറ്റത്തവണ തീർപ്പാക്കാം. അപ്പോൾ നമുക്ക് ഒറ്റത്തവണ തീർപ്പാക്കാൻ പറ്റിയ സ്വാഭാവികമായിട്ട് 67 ലക്ഷമാണ്. ഒറ്റത്തവണ തീർപ്പാക്കിയ ഒരു 40 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷം, ചിലർക്ക് 65-ന് 67-ന് 50 എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. അമ്മ നിൻ്റെ കാലത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമ്മയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചാണിത് ചെറുതാകണത്. ഒറ്റത്തവണ തീർപ്പ് എന്താ പറയണത്? 17 ലക്ഷം. ഇതാണ് വ്യത്യാസം. 50 ലക്ഷമാണ് റൈറ്റ് ഓഫ് ആകണത്. എത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ആകണമെന്നുള്ളത് അമ്മ തീരുമാനിക്കും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉടമ്പടി പ്രകാരം ആ കൃത്യമായ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി അമ്മയെ ഉടമ്പടി വാഗ്ദാന പേടകത്തിൻ്റെ നിറമുള്ള നീലത്തിരി, അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ നിറമുള്ള പച്ചത്തിരി, എല്ലാം ഉടമ്പടി വാഗ്ദാനമായിട്ട് ബന്ധപ്പെട്ട പുതിയ നമ്മൾ കണ്ടുപിടിച്ച കളറല്ല, എല്ലാ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറാണ്. അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറാണ്. ഇതെല്ലാം ഓർക്കുമ്പോൾ, ഈ പച്ച കാണുമ്പോൾ അഴുകി ഒലിച്ചു പോയ നോഹയുടെ പ്രളയകാലമാണ്. അതിനുശേഷം സമാധാനത്തിൻ്റെ അതിനുശേഷം ഈ ഐ വിൽ ഗീവ് യു ദ ഗ്രീനറി എർത്ത്, ഹരിതാഭമായൊരു ഭൂമി ദൈവം തിരിച്ചു കൊടുക്കുകയാണ് എല്ലാം അഴുകിപ്പോയതിനു ശേഷം. അപ്പം തിരിച്ചു വരവാണ് നമ്മൾ. ഇവർക്ക് 17 ലക്ഷം അടക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അവർ 25 ലക്ഷം വരെ അടക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ എന്നാ പറ്റി? ബാക്കിയായി. ദൈവം അനുഗ്രഹിക്കുമ്പോൾ ബാക്കിയായിട്ട് അനുഗ്രഹിക്കണത് എങ്ങനെയാണെങ്കിൽ അത് 6:36 ലെവലിലാണ് അനുഗ്രഹിക്കുന്നത്. അമർത്തി, ഇപ്പം ലുക്ക 6:36 അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലേക്ക് ചൊരിയും. ആരാണ്? ദൈവം എന്നതിൻ്റെ അർത്ഥം. അവനെന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം. അപ്പോൾ അതായത് അമർത്തി നിൻ്റെ മടിയിലോട്ട് ചൊരിയുമെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല ദൈവം പറയണത്. അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിന്റെ മടിയിലോട്ട് ചൊരിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, അനുഗ്രഹത്തിന്റെ വലിയ അഭിഷേകം നൽകണമേ കർത്താവേ. അമർത്തി കുലുക്കി ഞങ്ങളുടെ മടിയിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 6:36 പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നൽകണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഈ വിഷയം നമ്മുടെ കാലത്തിൽ ദൈവം കൈവെക്കുക, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. അതിനെന്ത് ചെയ്യണമെന്നാണ് അമ്മ പറഞ്ഞത്? അവൻ പറയണത് പോലെ ചെയ്യണം. ഇനി ദൈവം പറഞ്ഞ പോലെ ചെയ്യണം. ദൈവം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒരിക്കലും ധ്യാനകേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ, ഡയറക്ടറാണ് ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ, എന്നോട് ചോദിച്ചു 6 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതിയാന്ന് ചോദിച്ചു. നമ്മൾ 6 കാര്യങ്ങളല്ലേ ചെയ്യണത്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ എത്ര കാര്യമാണ് ചെയ്യണത്? 6 കാര്യങ്ങൾ. നമ്മൾ 6 കാര്യം ചെയ്യാൻ എന്താ കാര്യം? 6 കൽപ്പനയാണ്. കാനായിലെ കല്യാണത്തിൽ ദൈവം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് അല്ലേ? അതുപോലെ തന്നെ കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ, അവൻ പറയണത് കൽപ്പനകളിലൂടെ അവൻ പറയണത് മുമ്പ് 6 ദിവസം ദൈവം സീനായി മലമുകളിലുണ്ടായിരുന്നു. അനുഗ്രഹത്തിൻ്റെ നാന്ദിയാണ് 6 എന്ന് പറയുന്നത്. 6 ദിവസമാണ് മേഘമായിട്ട് സീനായി മലമുകളിലെ ദൈവം വസിച്ചത്. 6-ാം ദിവസമാണ് കൽപ്പന കൊടുക്കുന്നത്. അവൻ പറയണത് അതുപോലെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞ അതല്ല. അച്ഛനോട് ഞാൻ പറഞ്ഞത് ഉടമ്പടി പുതുക്കുമ്പോൾ വീണ്ടും നമ്മൾ 6 കാര്യങ്ങൾ വേറെ ചെയ്യുമെന്നാണ്. കാര്യം എന്താണ്? അത്ര കണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്.
അതുകൊണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം പറഞ്ഞതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോശയ 6:1. അവന് ജെറമിയ 3:4. ജെറമിയ 3:4 അവൻ പറഞ്ഞു, അവിശ്വസ്തരെ മടങ്ങി വരുവിൻ. അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പെടലി വെട്ടി കളയാനല്ല. ദൈവം വിളിക്കുന്നതാണ്. എന്താണ്? ജെറമിയ 3:4 എന്താണ്? അവിശ്വസ്തരെ മടങ്ങി വരുവിൻ. അവൻ പറഞ്ഞതാ. നോൻപ് ഉപവാസത്തിൻ്റെ കാലം മടക്കയാത്രയുടെ കാലമാണ്, അല്ലേ? നമ്മുടെ ഉപവാസത്തിൻ്റെ ഉദ്ദേശം എന്താ? ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ. അപ്പം മടങ്ങിപ്പോകുന്നവരെന്താ ചെയ്യേണ്ടത്? ഹോശയ 5:4. ഹോശയ 5:4 തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിലേ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. അവൻ പറഞ്ഞത് എന്താണ്? മടങ്ങി വരാൻ പറയും. ജെറമിയ 3:4 എന്താ പറയണത്? അവിശ്വസ്തരെ മടങ്ങി വരുവിൻ. അപ്പം നമ്മളൊരിടത്ത് പോകുന്ന സമയത്ത് നമ്മളെ കൈകൊട്ടി വിളിച്ച് അപ്പം തന്നെ തിരിച്ച് യൂട്ടേൺ എടുത്ത് തന്നെ പോലെ യൂട്ടേൺ എടുത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയണത്. ഹോശയ പറയണത്. ചുമ്മാ യൂട്ടേൺ എടുത്ത് വരാൻ പറ്റത്തില്ല. എന്താ യൂട്ടേൺ എടുത്ത് വരാൻ പറ്റാത്തത്? ഈസി അല്ലെന്ന് മടങ്ങി വരണത്. അതാണ് ഹോശയ 5:4 എന്താ പറയണത്? തങ്ങളുടെ ദൈവത്തിൻ്റെ പറഞ്ഞ മക്കളെ, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യാൻ മടങ്ങിപ്പോവുകയാണ് വേണ്ടത്. പക്ഷെ മടങ്ങിപ്പോകാൻ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ കാര്യം? അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. പ്രവർത്തികൾ എന്തൊക്കെയാ? ഹോശയ 5:4 ബാക്കി ഭാഗമുണ്ട്, ബി പോയിന്റ്. കാരണം വിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. എബ്രായിം തൻ്റെ തിന്മയിൽ തട്ടി വീഴും, യൂദ അവരോടൊപ്പം കാലിടറി വീഴും. മടക്കയാത്രയിൽ കാലിടറി വീഴാൻ സാധ്യതയുണ്ട്. ആ പഴയ തിന്മയിൽ തന്നെ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ മടക്കയാത്രയിൽ കാലിടറി വീഴും. ഈ നോൻപിൻ്റെ വലിയ കാലത്ത് ഇപ്പോൾ 12-ാം തീയതി മുതൽ ഉടമ്പടി പുതുക്കാൻ തുടങ്ങുകയാണ്. പുതുക്കാൻ വരുന്നവരെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വചനം പറയണത്. മടങ്ങി വരാൻ പറയുന്നുണ്ട്. പക്ഷെ മടങ്ങി വരുമ്പോൾ കാലിടറി വീഴരുത്. വീഴാനുള്ള സാധ്യത എന്താണ്? പഴയ ദുർവൃത്തിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരത്തില്ല. കാര്യം എന്താണ്? ഇടയ്ക്ക് കാലിടറി വീഴും. ഇത് വളരെ സീരിയസ് വിഷയമാണ്. മടങ്ങി വരാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പഴയ പ്രവർത്തികൾ ആഭിചാരത്തിലും വ്യഭിചാരത്തിലും അഹങ്കാരത്തിലും ഒക്കെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഹോശയ പറയണ പോലെ മടക്കയാത്രയിൽ വീണ്ടും കാലുമടങ്ങി വീഴും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ, കർത്താവിലേക്ക് മടങ്ങി വരാൻ ഞാൻ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രവൃത്തികള് പഴയ പാപപ്രവൃത്തികളിലെ നിലനിൽക്കുന്നതിനാൽ കാലിടറി വീഴുവെന്ന് കർത്താവിന്റെ വചനം അനുസ്മരിച്ചുകൊണ്ട് കർത്താവേ അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ട് വിശുദ്ധി പാലിക്കുവാൻ വിശുദ്ധി പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവൻ പറയുന്നത് പോലെ ചെയ്ത് ഉടമ്പടി നിബന്ധനകൾ പ്രാപിച്ച് അഭിഷേകം, ശക്തിയും കരുത്തും വിശുദ്ധിയും അഭിഷേകം ചെയ്യണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ശക്തമായ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ മടക്കി വിളിക്കണത് എന്തിനാ? പാപങ്ങൾ ഉപേക്ഷിച്ച്, പാപപ്രവൃത്തികൾ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് മടക്കി വിളിക്കണത് എന്തിനാ? നമ്മളെ ശാസിക്കാനല്ല. എന്തിനാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കും. അത് സുവിശേഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് ഹോശയ 6:1. ഹോശയ 6:1 അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മളെ സുഖപ്പെടുത്തും. നമ്മളെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. ഇപ്പം ഇന്ന് മുറിവും വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തി മുറിവുള്ള വ്യക്തിയാണ്. ഇപ്പം ജപ്തി നടപടിയെക്കുറിച്ച് വേദന അനുഭവിക്കുന്നു എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ഹൃദയം നുറുങ്ങിയ മുറിവുള്ള വ്യക്തിയാണ്. എന്താ ബൈബിൾ പറയണത്? ഹോശയ 6:1 അത് ഞാൻ വെച്ച് കെട്ടുമെന്ന്. അതാ വെച്ച് കെട്ടിയതാണല്ലോ കാണുന്നത്. 67 ലക്ഷം വെറും 17 ലക്ഷമായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കണത്? ആ മുറിവുകൾ ദൈവം വെച്ച് കെട്ടി. ഒരുമാതിരി മുറിവല്ലല്ലോ, വേദനിക്കണതെല്ലാം മുറിവുകളാണ്. വീടില്ല എന്ന് പറഞ്ഞ് നീ വേദനിച്ചാൽ അതൊരു മുറിവാണ്. ആ മുറിവ് ഞാൻ വെച്ച് കെട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെക്കും മക്കൾക്കും ജീവിക്കാനുള്ള വീട് ഞാൻ തരുമെന്നതിൻ്റെ അർത്ഥം. പക്ഷേ അതൊക്കെ മുമ്പ് എന്ത് ചെയ്യണം? നീ വിശുദ്ധീകരിക്കപ്പെടണം. അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, പരമാവധി എൻ്റെ കഴിവിനപ്പുറത്ത് അങ്ങയുടെ കൃപയാൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവവചനം പോലെ ജീവിക്കുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങിലേക്ക് മടങ്ങി വരുന്ന കർത്താവേ, ഞങ്ങളെ അപ്പോൾ ഉടമ്പടിയെ അനുശാസിക്കുന്ന അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? നമ്മളെ വിശുദ്ധി പ്രാപിക്കാനാണ്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? നമ്മളെ ശക്തി പ്രാപിക്കാനാണ്. അതാണ് ഉടമ്പടി 2 ഭാഗമുള്ളത്. ആത്മവിശുദ്ധീകരണ നടപടി എന്നുണ്ട്. ആ പച്ച പേപ്പർ നിങ്ങളെ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ആത്മവിശുദ്ധീകരണ നടപടിയാണ്. രണ്ടാമത്തേത് എന്താണ്? ആത്മശക്തീകരണ നടപടിയാണ്. അതെല്ലാം പൊതു ലക്ഷ്യം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പോൾ നടപടി പുസ്തകം 14:16 കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. ഇപ്പം കർത്താവിനെ അറിഞ്ഞില്ല, സുവിശേഷം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മാർഗത്തിൽ പോകാം, ദൈവം അനുവദിക്കും. സുവിശേഷം അറിഞ്ഞില്ല, രക്ഷയുടെ മാർഗം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വഴിക്ക് പോകാം. അവൻ പറയണത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, അവൻ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സ്വന്തം മാർഗത്തിൽ പോകാം. പക്ഷേ രക്ഷയിൽ നിങ്ങൾക്ക്, നിത്യരക്ഷയിൽ നിങ്ങൾക്ക് പങ്കാളിത്തമില്ല. ഭൂമിയിൽ ചത്തുകെട്ട് മരിച്ച് മൺമറഞ്ഞു പോകും. അങ്ങനെ അത് പട്ടിയും അങ്ങനെ ജീവിക്കുന്നുണ്ട്. അതിനെ കെട്ടിയെടുത്ത് മനുഷ്യനാകണമെന്ന് ഒരു നിർബന്ധമില്ല. അവൻ അതാണ് 14:16 കഴിഞ്ഞ തലമുറയിൽ, എന്നുവെച്ചാൽ ദൈവത്തെ അറിയാത്ത ഒരു കാലഘട്ടം, കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ ജനതകളെയും, അത് ക്രിസ്ത്യാനിയും തന്നെയല്ല, എല്ലാ ജനതകളെയും സ്വന്തം മാർഗത്തിൽ പോകാൻ ദൈവം അനുവദിച്ചു. കഴിഞ്ഞ തലമുറ ഏറ്റു പറഞ്ഞ് 14:16 നടപടി പുസ്തകം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം. ഏറ്റു പറഞ്ഞ് കഴിഞ്ഞ തലമുറയിൽ
കഴിഞ്ഞ തലമുറയിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗത്തിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് എനിക്ക് സാക്ഷ്യം നൽകി. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാം, ശരീരത്തിലും സമൂഹത്തിലൊക്കെ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ്.